ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാനിവിടെ 1.5 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 20 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റിവെക്കാം. ഇനി ചിക്കൻ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കണം. അതിനായിട്ട് വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പട്ട, കുറച്ച് ഗ്രാമ്പു, ഏലക്ക, കുറച്ച് പെരുംജീരകവും ചെറിയ ജീരകവും കൂടി ചേർക്കാം. ഇതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 2 ടീസ്പൂൺ ബിരിയാണി മസാല, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈര് കൂടി ചേർക്കാം. 6 പച്ചമുളക് ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ചധികം മല്ലിയില കൂടി ചേർക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ 4 സവാള നൈസായിട്ട് അരിഞ്ഞ് വറുത്തെടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു പകുതി ചേർത്ത് കൊടുക്കാം. ഹൈദരാബാദി ബിരിയാണിയുടെ സ്പെഷ്യാലിറ്റി ഫ്രൈഡ് ഓണിയൻസ് ആണ്. അപ്പൊ ഇതാരും സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിക്കളയാം. ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പൊ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് തന്നെ എടുക്കാം. ഇനി ബിരിയാണി ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു ദോശക്കല്ല് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കല്ലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മീതെ ബിരിയാണി പോട്ട് വെച്ചു കൊടുക്കാം. ആദ്യം തന്നെ മസാല ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം.
കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ചുകൂടി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയെല്ലാം നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാരും കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.